3 മാസം മുമ്പ് അബ്ബാസിയിൽ പ്രവർത്തിക്കുന്ന വാദ നൈഫ് എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ നിന്നെടുത്ത വിസയിൽ ഇമാനുദ്ദീൻ തന്നെയാണ് കൊല്ലം പള്ളിമൺ സ്വദേശി സന്ധ്യാഭവനിൽ സുജിത്തിനെ കുവൈത്തിലേക്ക് കൊണ്ടുവന്നത്. ഇക്കഴിഞ്ഞ മെയ് 15-ന് കുവൈറ്റിലെത്തിയ സുജിത്ത് സ്പോൺസറുടെ വീട്ടിൽ 2 ആഴ്ചയോളം ജോലി ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇയാളെ സ്പോൺസർ സൗദി മരുഭൂമിയിലേക്ക് കടത്തുകയും ആടുമേക്കൽ ജോലിക്ക് നിയോഗിക്കുകയും ചെയ്തത്. വിവരമറിഞ്ഞ സുജിത്തിന്റെ വീട്ടുകാർ ഇമാനുദ്ദീനെ പ്രതി ചേർത്ത് നോർക്കയിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക ഡയറക്ടർ കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇവൻ വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോണത്. ഞാൻ നാട്ടിൽ പോയതിന് ശേഷം അവൻ എനിക്കൊരു ഫോൺ കോൾ വന്നു. അവൻ്റെ ഒരു കോൾ വന്നു. അപ്പോൾ ഇത് കഷ്ടപ്പാടാണ്, പ്രശ്നമാണ്, എൻ്റെ ജോലി പ്രശ്നമാണ്, അങ്ങനെയാണ്, അവന് ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉറങ്ങാൻ സ്ഥലമില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മരുഭൂമിയിലാണ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ താൻ കാരണം മരുഭൂമിയിൽ കുടുങ്ങിയ സുജിത്തിനെ കണ്ടെത്താനായി വീണ്ടും കുവൈത്തിലെത്തിയ ഇമാനുദ്ദീൻ സ്പോൺസറുമായി ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് എംബസിയിൽ കഴിഞ്ഞ 1-ാം തീയതി പരാതി നൽകിയത്. എന്നാൽ പരാതി സ്വീകരിച്ചതല്ലാതെ ഇതുവരെ സുജിത്തിനെ കണ്ടെത്താൻ എംബസി ഒരു നടപടിയും എടുത്തില്ല എന്ന് ഇയാൾ പറയുന്നു. തിരുവനന്തപുരത്ത് നോർക്കയിൽ അത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എംബസി കൊടുത്തു, എല്ലായിടത്തും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ എംബസി കൊടുത്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് സുജിത്തിന്റെ സ്പോൺസറെ വിളിച്ചപ്പോൾ തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെന്ന് ഇമാനുദ്ദീന്റെ സുഹൃത്തായ കോഴിക്കോട് സ്വദേശി അജ്മൽ പറഞ്ഞു. സുജിത്തിന്റെ കാര്യത്തിൽ എംബസിയുടെ ഭാഗത്തു നിന്ന് കാര്യമായ നീക്കങ്ങളൊന്നുമില്ലാത്തതിനാൽ തന്റെ കഫീലിന്റെ സഹോദരൻ മുഖേന ഫിർദൌസ് പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇമാനുദ്ദീൻ ഇപ്പോൾ. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്.